ഹായ് എല്ലാവർക്കും രേഖാസ് കിച്ചൺ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കണമ്പ് കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. നമ്മുടെ കണമ്പ് കറി വെക്കാൻ വേണ്ടിയിട്ട് 2 കണമ്പാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ നന്നാക്കിയതൊന്നല്ല, നന്നാക്കി മേടിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ 2 എണ്ണമുള്ളൂ. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ഉണ്ട്, 3 അല്ലി വെളുത്തുള്ളി ഉണ്ട്, 4 പച്ചമുളക് ഉണ്ട്, പിന്നെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്, 1/4 ടീസ്പൂണ് ഉലുവയുണ്ട്, ഒരു പാത്രം നിറച്ച് ചെറിയ ബൗൾ നിറച്ച് നാളികേരമുണ്ട്, 2 തണ്ട് കറിവേപ്പിലുണ്ട് കേട്ടോ. എനിക്ക് ആവശ്യമുള്ള പൊടികളാണ് നമ്മൾ എടുക്കുന്നത്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, തുണ്ട് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമ്മൾ പുളിക്ക് ആവശ്യത്തിന് 3 കുടപ്പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, കീറി. ഇനി നമുക്കിതിൽ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയും കൂടിയിട്ട് നമ്മൾ നന്നായി ചതച്ചെടുക്കാം. അത് നിങ്ങൾക്ക് കല്ലുമ്മ ചതച്ചെടുക്കാം, അതല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരൊറ്റ അടി അടിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെയും എടുക്കാം കേട്ടോ. അതായത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറിയ മിക്സിയുടെ ജാറാണ്, അതിലേക്കാണ് നമ്മൾ ഇന്ന് ചതച്ചെടുക്കാൻ പോണത്. അപ്പോൾ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തു, വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, പിന്നെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഇനി നമ്മുടെ ഈ പൊടികളുണ്ടല്ലോ, നേരത്തെ കുടപ്പുളി ഇട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് കലക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇതിലെല്ലാം കൂടിയിട്ട് ആകുമ്പോൾ മിക്സ് ചെയ്യുമ്പോൾ പുളി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പൊടികളൊക്കെ. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ പൊടികളൊക്കെ ഈ കുടപ്പുളിയുടെ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായി ഇതുപോലെ കലക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് കുടപ്പുളിയുടെ വെള്ളം പൊടിയായിട്ട് നന്നായി നമ്മളിത് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. എടുത്തേക്കുന്നത് മൺചട്ടി അല്ല കേട്ടോ, 2 മീനുള്ളത് കൊണ്ട് ഒരു സ്റ്റീലിൻ്റെ ചെറിയ ചട്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ചട്ടിക്ക് നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉലുവിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉലുവല്ലാതെ നല്ലപോലെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചതച്ചപ്പോൾ അത് കൂടിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയായത്. പിന്നെ അതിനും കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല, നമുക്കൊന്ന് നന്നായി ഒന്ന് മുറുകി വരാൻ വേണ്ടോ. ഇത് നമുക്ക് നന്നായി ഒന്ന് നല്ലപോലെ ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ സ്റ്റീൽ ചട്ടി ആയതുകൊണ്ടേ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കട്ടൊന്ന് കരിഞ്ഞിപ്പോവും. നമുക്ക് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് 2 തണ്ട് കറിവേപ്പിലയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളത് ഇളക്കി കൊടുക്കുകയാണ്. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരയ്ക്ക് തന്നെ ഇളക്കി കൊടുക്കണം. പിന്നെ സ്റ്റീൽ ചട്ടിയിൽ വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, എന്നാലും പറയണം, ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ച മുളകും കുടപ്പുളിയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ മുളകൊക്കെ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കുടപ്പുളി അടക്കാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തത്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങോട്ട് കൂട്ടിയിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, വല്ലാണ്ട് കരിയൊന്നും വേണ്ട കേട്ടോ. അപ്പം അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതിന് നിറം ഇപ്പം മാറി വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അതെ, എണ്ണ എല്ലാതും തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നമ്മൾ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഇനി നമുക്കിതും തിളയ്ക്കണ വരയ്ക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. മണക്ക് വരുന്നുണ്ട്, തിളച്ചെന്ന് തോന്നണം. അപ്പം നമുക്ക് തുറന്നോക്കേ, നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഈ തിളച്ചതിലേക്ക് നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പം മീൻ കഷ്ണം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചെറിയ തീയിൽ വേണം ഇത് വേവിക്കാനായിട്ട്. ഞാൻ തീയൊക്കെ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കാം കേട്ടോ. അതേ മീനെല്ലാതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും മൂടി വെച്ചിട്ട് തന്നെ വേവിക്കാം.
നാളികേരം ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് പാലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് വീണ്ടും ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചേ വേണ്ടോ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാളികേരം എടുത്തിട്ടുള്ളൂ. അപ്പോൾ എനിക്കൊരു 1/4 ഗ്ലാസ് നമുക്ക് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. നന്നായി കട്ടിയുള്ള പാല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ 1/4 ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത്ര വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് നന്നായി അടിച്ചെടുക്കാം. കറി എന്തായി നോക്കുന്നു നോക്കാനായിട്ടൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നന്നായി തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിൽ പുളി ഉപ്പും പോരങ്ങ നമ്മൾ ഇടണം. അപ്പം നമുക്കിത് പുളി ഉപ്പൊക്കെ ഒന്ന് നോക്കി കൊടുക്കാം കേട്ടോ. ഉപ്പ് പോരങ്ങ നമ്മളെപ്പോഴും ഇട്ട് കൊടുക്കണം. ആദ്യം ഞാൻ എപ്പോഴും ഉപ്പ് കുറവാണ് ഇട്ട് കൊടുക്കാറ്. നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാനോ എന്നുള്ളതിലാണ് നമ്മൾ കുറച്ച് ഉപ്പ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പൊക്കെ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. കറിക്ക് ആവശ്യത്തിനുള്ള പുളിയും ഉപ്പൊക്കെ ഉണ്ട്. ഉപ്പ് സ്വല്പം പോരായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് വേവിക്കാം. നമ്മുടെ മീൻകറി നന്നായി കൂടിയിട്ടുണ്ട്. അത് നമ്മളിതിൽ നാളികേരപ്പാൽ കൂടെ ഒഴിക്കണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. മീൻകറി നന്നായി കൂടുതൽ പാലായി തുടങ്ങിയിട്ടാണ്. ഇതിലേക്ക് കിഴിഞ്ഞ് വെച്ച നാളികേരപ്പാൽ ഒഴിക്കാം. അപ്പോൾ തലപ്പാലാണ് നമ്മൾ കുറച്ച് നേരത്തെ കാണിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പത വരുമ്പോൾ ഓഫാക്കാം. അപ്പോൾ നമ്മൾ അതിനൊപ്പം തന്നെ രണ്ട് കറിവേപ്പിലൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ വൈകിട്ട് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ പരിഗണിക്കുക. അതിനൊപ്പം തന്നെ ഓർമ്മ ബട്ടൺ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുമ്പോൾ ഇതുപോലെ വെച്ച് പറയാൻ മനസ്സിലാക്കി.